ശരിക്കും വിദ്യാസാഗർ സാറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആണ്. അത് വിദ്യാസാഗർ സാർ പലരെയും 10-36 ഗായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സാറിൻ്റെ ഒരു വലിയ ടോപ്പ് പാട്ട് അത് നമ്മളിവിടെ ഒരു മുறை വന്ന് പാർട്ടായി ചെയ്തു വെച്ചിട്ട് എം ജി രാധാകൃഷ്ണൻ സാറ് അടിപൊളിയായി ചെയ്തു വെച്ച ഒരു സാധ്യതയെ അതിൻ്റെ തോം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വേറെ കൊണ്ടുവന്നിട്ട് ബമ്പർ ഹിറ്റാക്കുക, സൗത്ത് ഇന്ത്യ മുഴുവൻ ഹിറ്റാക്കുക. ശരിക്കും അതിൻ്റെ തോം വ്യത്യാസവും കൂടെ പറഞ്ഞ് സാറിലേക്ക് എത്തിയ ഒരു കാര്യം പറഞ്ഞു. ആക്ച്വലി ഞാൻ ഇതുപോലെ കർണാട്ടിക് മ്യൂസിക് മാത്രം പാടിക്കൊണ്ടിരുന്ന നേരത്ത് നിറയെ പേര് നമ്മുടെ രാജാമണി സാറ് ഒക്കെ ഉണ്ടല്ലോ, മ്യൂസിക് ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ BA ചിദംബരനാഥ് മാഷ്, എങ്ങനെ മറക്കും, മാഷിൻ്റെ പാട്ടറിയാലോ, കേശാദി പാദം തൊഴുന്നേൻ കേശവ. അദ്ദേഹത്തിനെ കുറിച്ച്, കാരണം ഞാനൊരു പ്ലേ ബാക്ക് സിംഗറായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പറയാതെ വിസ്മരിക്കാതെ വയ്യ. മലയാളം ശരിയാണോ? സ്മരിക്കാതെ വയ്യ. അപ്പം അങ്ങനെ BA ചിദംബരനാഥ് മാഷോ അദ്ദേഹമൊക്കെയാണ് പറഞ്ഞത്, മോളെ നിൻ്റെ സൗണ്ട് നല്ലതാണ്, സാധാരണ കർണാട്ടിക് ഇതിനേക്കാൾ അങ്ങനെ അതല്ല, നിൻ്റെ ഒരു ഡിഫറൻറ്റ് എനിക്ക് പാടാൻ ട്രൈ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ വിദ്യാസാഗർ സാറിന് എനിക്ക് ആഗ്രഹം തോന്നി. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുമായി ഇത്രയൊക്കെ ഞാൻ സിനിമ പാട്ടേ 30 വയസ്സ് വരെ പാടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം. പക്ഷേ എനിക്ക് പാടാൻ ആഗ്രഹം തോന്നി. അദ്ദേഹത്തിനൊരു ഡെമോ കൊടുത്തു. അദ്ദേഹം ഒരു 5 മാസം കഴിഞ്ഞ് അദ്ദേഹം 10-25 പേരുടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. 25ാമത്തെ പാട്ട് ആണ് എൻ്റെ ഡെമോ ഇങ്ങനെ കേൾക്കണേ. നെക്സ്റ്റ് അങ്ങനെ എൻ്റെ കേട്ടപ്പം സ്റ്റോപ്പ്, ഇവരെ വിളിക്കാൻ പറഞ്ഞു മുരുകൻ്റെ അടുത്ത്. ഇതാണ് നടന്നത്. അപ്പം മുരുകൻ മാനേജർ ഉടനെ വിളിച്ചു, ബിന്നി കൃഷ്ണകുമാർ ഉങ്ക വൈഫ് താനെ എന്ന് ചോദിച്ച് മുരുകൻ കൃഷ്ണകുമാറിനെ വിളിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു, ഒരു പാട്ട് പാടാനാന്ന്. ഞാനൊന്നും അവിടെ ഇല്ല, ഞാൻ തൊടുപുഴയിൽ പിള്ളേരെയൊക്കെ കൂട്ടി ലീവാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വന്നപ്പം കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പം എന്നെ വിളിച്ചതേ വിദ്യാസാഗർ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വന്നു. അത് അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുക, തമിഴ് തെലുങ്ക് മലയാളം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ വിളിച്ചു, വലിയൊരു പാട്ടാണെന്ന് പറഞ്ഞു, നീ ഉടനെ കയറി വരാമോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ചുമ്മയാ, കുട്ടികളൊക്കെ ആയിട്ട് വന്നല്ലേ. കൃഷ്ണകുമാർ നിങ്ങളെ കുട്ടികളെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് 2 പേർക്ക് അവിടെ എന്താ രസം കൂടാനാ, നിങ്ങളവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാ, ചുമ്മാ അടവാ. അപ്പം ഞാനും ശരി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു ആഴ്ച കഴിഞ്ഞ് ബിന്നി വരും, എന്നിട്ട് മതിയോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ട് പാടാൻ വിളിക്കുമ്പോഴേട്ടോ. അപ്പം മുരുകൻ ജി ഒരു കാര്യം പറഞ്ഞു, അണ്ണാ இந்த மாதிரி ഒരു ചാൻസ് ഇതുവരെ യാർക്കും கிடைச்சதில்லை, இனிமே கிடைக்குமான்னு தெரியாது, அந்த மாதிரி ஒரு படத்துக்கு தான் அந்த பாட்டுன்னு. രജനീകാന്ത് സാറാക്കും ഹീറോന്ന് ഇത് പറഞ്ഞതല്ല, രാഖി രാമനെ ഞാൻ ഇവിടെ ഓടി വന്നൊരു ഫ്ലൈറ്റ് എടുത്ത് ചാടിപ്പോയ കഥയാണിത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഓക്കെ ആവോ, എല്ലാവരും ഓക്കെ പറഞ്ഞു രജനീകാന്ത് സാറും. കാരണം അവർക്ക് താല്പര്യം നിത്യശ്രീ പാടിക്കാനായിരുന്നു. കാരണം അവരുടെ പടത്തിലെല്ലാം പാടി ഹിറ്റായത് ഒബ്വിയസ്ലി. പക്ഷെ സാറിന് ഇങ്ങനെ എൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിളിച്ചു. സാറിന് 100 നന്ദി. അത് ഇന്ന് 2005 ബെസ്റ്റ് അന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരാൾക്ക് പ്ലേ ബാക്ക് സിംഗർ ഫിലിം ഫെയർ അവാർഡൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ 2006 ഫിലിം ഫെയർ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്ലേ ബാക്ക് സിംഗർ എന്നൊക്കെ അവാർഡ് കിട്ടി. ഇതൊക്കെ രസം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ തലേ വർഷം ചിത്ര ചേച്ചിയാണ് ഈ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയത് പ്ലേ ബാക്ക് സിംഗർ. അയ്യോ രാജയോ, സത്യം പറയാലോ 20 വർഷം ആവുന്നു ആ പാട്ട് പാടിയിട്ട്. എല്ലാരും ചോദിക്കും ഇവർക്ക് ആരേ ഉള്ളോ പാടാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പാടും, രാര ഇസ് മൈ ബ്ലഡ്. രാര ഞങ്ങളുടെ ബ്ലഡുമാണ്. മ്യൂസിക് ലവേഴ്സ് ആണോ രാര കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുക? ഇപ്പോഴും മടുക്കാത്ത എന്തുകൊണ്ടാ? അത് അദ്ദേഹം അതിനൊരു നല്ലൊരു രാഗം ഇട്ടു കേട്ടോ. അതായത് ഇതിന്റെ പുറകിലൊരു കഥയുണ്ട്. ശുദ്ധധന്യാസി രാഗത്തിലാണ് ഇത്. കന്നഡ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അത് ശുദ്ധധന്യാസി രാഗത്തിലാണ് അവർ ഡയറക്റ്റ് ചെയ്തത്. സോ പി വാസു സാറ് പറഞ്ഞു എനിക്ക് അതേ രാഗത്തിൽ വേണമെന്ന്. വിദ്യാസാഗർ സാറ് അത്ര നോളജുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് തന്നെ പിടിക്കുന്നതിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ ഈ സഗമപനി എന്നുള്ള ഒരു സഗമപനി ഇതാണ് ശുദ്ധധന്യാസി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എന്നാൽ ശരി അതിലെ നിഷാദം 2 ഇത് നീ 1 നീ 2 ആക്കി സഗമപനി
പമഗനീന്ന് മാറ്റിവിട്ടു രാഗം. ഉം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഞാൻ ഒരു വലിയ കൈയടി അടിച്ചത്. കർണാടക സംഗീതത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഇപ്പം സ ഗ മ പ നീ ഇപ്പം രജനീഷ് നോക്കിയാൽ സ ഗ മ പ നീ സ നീ പ മ ഗ സ വരും. അത് ശുദ്ധധന്യാസി പറഞ്ഞു സ ഗ മ പ നീ സ നീ പ മ ഗ സ ശ്രോതശ്വനി എന്നുള്ള രാഗം. സ ഗ മ മാറ്റു പ നീ സ നീ പ മ ഗ സ നീ ഒരു ദളം മാത്രം അമൃതവർഷിണി രാഗം. അതെ, അതെന്താ പറയാമോ, ഞാൻ ഈ സഗമപവനിയുടെ വെറൈറ്റിയെ കുറിച്ച് പറഞ്ഞ ഒരു സഗമ ഗാമ നീ വെച്ച് സാപ്പാസ എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യത്യാസമില്ല. നടുക്കുള്ള ഇവന്മാര് ഗായും മായും നീയും കിടന്ന് കളിക്കണ ഇതൊക്കെ കർണാടക സംഗീതത്തിന്റെ പ്രത്യേകതയാണ്. സഗമപ ഇത് പർപ്പതി എന്നൊരു രാഗം. അതിന്റെ കൃഷ്ണകരോ ഭജമന പ്രഭതും കൃഷ്ണകരോ. ഇനി വേറെണ്ണം വരാം. മഞ്ഞമാസ പക്ഷി, ഇതെല്ലാം പർപ്പതി രാഗമാണ്. സുമനേശ രഞ്ജിനി എന്ന് ഒരു പേരുണ്ട് ആ രാഗത്തിന്. വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്. അതിലേക്ക് പോകുന്നതിന് അമൃതവർഷിണി വീണ്ടും വിദ്യാസാഗറിലേക്ക് വന്നിട്ട് രാര അത് ഇടയ്ക്കുന്ന തുടങ്ങിയാൽ മതിയായിരിക്കും എനിക്ക്. അതെ, അങ്ങനെ വിടില്ല, അങ്ങനെ വിടാൻ പറ്റില്ല. ഞാനേ നമ്മുടെ മദ്രാസിലെ ഈ സ്ട്രീറ്റ് പോലെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും, ഇങ്ങനെയാണ് സ്ട്രീറ്റ്. ഇവിടെ ഹരികൃഷ്ണൻ നഗർ സ്ട്രീറ്റ് കാണും, ഇവിടെ ഇന്ദിരാഗാന്ധി, ഇവിടെ ബാപ്പു ഗാന്ധി, അവിടെ ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റ്, ഇങ്ങനെയാണ് സ്ട്രീറ്റുകൾ. ഇവിടെ നിന്ന് നോക്കിയാൽ 5 സ്ട്രീറ്റിന് 5 പേര്. ഈ ഏത് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ ദിടീന്ന് അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്. റിമി ടോമി അവിടേക്ക് വരുമ്പോൾ റിമി ടോമി പുറത്തുനിന്ന് ഇറങ്ങിയിട്ടാണല്ലോ ഇത് ഷൂട്ട് ചെയ്ത് വരുന്നത്. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. അതെ. അപ്പോൾ റിമി ഞാനൊക്കെ ഏതാണ്ട് ഒരേ സ്വഭാവം എന്ന് വെച്ചാൽ ഈ തമാശ പറയുക, ചിരിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മനസ്സിലായി. എനിക്ക് സംഗീതം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം തമാശ. സംഗീതം വിടുന്നില്ല, ഞാൻ ആ പാട്ട് പാടിപ്പിച്ചതിന് ശേഷം ബാക്കി. ശരി. തനന ധീം തധീം തധീം തന തനന ധീം തധീം തധീം തന തനന ധീം തധീം തധീം തന ധീം തന వయసు జాలమో పలేదుర మరులుగున్న చిన్నదానిర తనువు బాధ తీర్చరావిర రావిరా సలసల సలరగిలిన పరువపు సొద ఇది తడిపొడి తడిపొడి తపనల స్వరమిది రారా రారా సరసకు రారా రారా చింతకు చేరా ప్రాణమే నీదిరా ఏలుకోరాదురా శ్వాసలో శ్వాసవై రారా. వావ్.